എല്ലാവർക്കും പുതിയ വീഡിയോ സാധനം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുന്ന യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പറയാനുള്ള കാര്യം അറിയോ, ഇപ്പം അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ, സിവിൽസ് എന്താ പറയുക, സാധാരണക്കാർ ആൾക്കാരുടെ മേലേക്കുള്ള മിസൈൽ ആക്രമണം. ഏകദേശം 35ഓളം ഇറാനികൾ മരിക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഇറാൻ പറഞ്ഞ വാക്ക്, ഇറാൻ പറഞ്ഞ അള്ളാനെ വെച്ച് പറഞ്ഞ വാക്കുകൾ കാരണം അറിയോ, ഇറാൻ വ്യക്തമായി പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇനി സിവിൽസിന്റെ നേരിലേക്ക് അങ്ങ് അമേരിക്ക ഇസ്രായേലോ ആക്രമണം നടത്തി കഴിഞ്ഞാൽ, സിവിൽസ് മരണപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, ഗൾഫ് രാജ്യങ്ങളെ എല്ലാ രാജ്യത്തേക്കും എല്ലാ സംവിധാനത്തെയും എല്ലാ പാലങ്ങളും പെട്രോളും ബാക്കിയുള്ള കാര്യങ്ങളും മൊത്തം എവിടെ എങ്ങനെ ഏടും മിസൈൽ അങ്ങോട്ട് വിടുകയില്ല, ലക്ഷ്യസാധനം ഉണ്ടാവില്ല. ഈ സമയം വരെ ഞങ്ങൾ അമേരിക്കയുടെ ബേസിലേക്കും അതുപോലെ തന്നെ അമേരിക്കയുടെ സാങ്കേതിക വിദ്യകൾക്കും അമേരിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ഇറാൻ ആക്രമിച്ചിട്ടുള്ളൂ. ഇനി സിവിൽസിന്റെ മേലേക്ക് അമേരിക്ക ഇറാൻ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഗൾഫ് മേലേക്കുള്ള എല്ലാ സ്ഥലത്തേക്കും സാധാരണ നമ്മൾക്ക് ഒരുപാട് സഹോദരിമാർ ഒരുപാട് ആൾക്കാർ നമ്മളെ മലയാളീസായിട്ട് എല്ലാ ജനങ്ങളും പുറം രാജ്യത്തുള്ള ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥലമാണ് ഗൾഫ് മേഖല എന്ന് പറഞ്ഞാൽ. ആ മേഖലയിലൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഈ പുറം രാജ്യത്തുള്ള ആൾക്കാരാണ്. അവരുടെ മേലിലേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷേ ഇറാൻ പറയാൻ കാരണം ഞങ്ങൾ ഒരിക്കലും അത് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ ഗൾഫ് രാജ്യങ്ങൾ എടുക്കാൻ തീരുമാനങ്ങൾ എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് പറയാൻ കാരണം എന്താ അറിയോ, അമേരിക്കയ്ക്ക് ചോറും ഊണും കപ്സയും മന്തിയും എല്ലാ സൗകര്യവും കൊടുത്ത് കഴിഞ്ഞിട്ട് ഓർക്ക് വേണ്ട കള്ള് വരെ സൗദിയിൽ ഒരു പറയുന്ന കള്ളും എല്ലാ സംവിധാനവും കൊടുത്ത് ഓർ തീറ്റിപ്പോറ്റുന്ന ഓരോ രാജ്യങ്ങളും സൂക്ഷിച്ചോളുക. ഞങ്ങൾ നോവിക്കുന്ന സമയത്ത് നിങ്ങൾക്കും നോവും. അതാണ് പറയുന്നത്. കാരണം എന്താ അറിയോ, അമേരിക്ക എന്ന രാജ്യത്തിലുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ്റെ ആൾക്കാരെ മൊത്തം പറഞ്ഞേക്കണം. അതല്ല ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾ ആക്രമിക്കുക എന്ന് ചെയ്യും, ഒരു സംശയം വേണ്ടെന്ന് പറഞ്ഞാൽ. ഈ രൂപത്തിൽ പോയി കഴിഞ്ഞാൽ വരും മണിക്കൂറിൽ സംഭവിക്കുന്ന കാര്യം എന്താ അറിയോ, ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാൻ്റെ മിസൈലുകൾ പോയി കഴിഞ്ഞാൽ സാധാരണക്കാർ താമസിക്കുന്ന ആൾക്കാർ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ മരണങ്ങൾ കൂടും, സാധാരണക്കാർ കൂടും, സിവിൽസ് ബാക്കിയുള്ള കാര്യം എല്ലാവരും ആരൊന്നുമില്ല എല്ലാവരും മരണപ്പെടും. ഇറാനിൽ മരിക്കുന്ന സമയത്ത് അവിടെയും മരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകും. ഒരു നിലക്കും പിടിച്ച് നിൽക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇതെന്തിനു വേണ്ടിയിട്ടുള്ള യുദ്ധമാണ്, ആർക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്, ഇതെല്ലാം മനസ്സിലാക്കി അമേരിക്ക ഇറാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് എന്തിനു വേണ്ടിയുള്ള യുദ്ധമാണ്, ഇറാൻ എന്തിനാണ് ആക്രമിക്കുന്നത്, അമേരിക്ക ഇസ്രായേൽ എന്തിനാണ് ആക്രമിക്കുന്നത്, എന്താണ് ഓരോ ഉദ്ദേശം, ഓർക്ക് എന്താണ് ഓരോ ബിസിനസ്, ആ ബിസിനസ്സിന് ഓരോ കാര്യത്തിന് വേണ്ടി കൂട്ടുകൂടുന്ന നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്ന പറയുന്നത്. ഇറാൻ സമയം ഞാനുണ്ട് പറയുന്നത്, ഇറാൻ പറയുന്ന കാര്യത്തിൽ ഞാനുണ്ട്. കാരണം എന്താ അറിയോ, ഈ സൗദി ആട്ടെ വേറെ ഏത് രാജ്യമാകട്ടെ, ബഹ്റൈൻ ഏത് രാജ്യമാകട്ടെ, അവിടേക്ക് എന്താ പറയുക തല്ലും ചിലവും കൂട്ടിങ്ങാണ് ഈ പറയുന്ന അമേരിക്കയെ വെച്ച് ഉറപ്പിക്കല്ലേ, ഞങ്ങളെ സഹായിച്ചോളാം, ഞങ്ങൾ പേടിക്കണം, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തല്ലേ. ഇപ്പം അതൊക്കെ തവിടം പറഞ്ഞില്ലേ. ഇപ്പം എന്താ പറയുക, ഇറാൻ വിടുന്ന മിസൈൽ ശരിക്കും പോയി ആഞ്ഞു മുക്കും. ആ രൂപത്തിലേക്ക് കാര്യങ്ങളായി അവിടെ സംവിധാനങ്ങളൊന്നുമില്ല. ഏകദേശം 60-65% സാധനങ്ങൾ മൊത്തം അടിച്ചു കഴിഞ്ഞു. മനസ്സിലാക്കും, 100% സാധനങ്ങളിലെ അയൺ ഡോമുകൾ സംവിധാനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇറാൻ്റെ മിസൈലുകൾ പോയി വീണിട്ടുണ്ട്. ഇപ്പോൾ 60% പോയ സ്ഥിതിക്ക് എന്താ സംഭവിക്കുക, ഈ യുദ്ധം എങ്ങോട്ടാണ് പോണത്? കുറേ ആൾക്കാർ പറയുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, ഈ കുറേ ആൾക്കാർ വന്ന് പറയുന്ന കാര്യം എന്താ അറിയോ, ഞാൻ പൊട്ടനാണ് അല്ലെങ്കിൽ നീ എന്താ പറയുന്നത്. എടാ സംഖ്യകളോ മനസ്സിലാക്കാൻ എന്താ അറിയോ, ഗൾഫിലുള്ള വരുമാനം ഇങ്ങോട്ട് വന്ന് നിന്ന് കഴിഞ്ഞാണ്ടല്ലോ, നിന്ന് പച്ചല തിന്ന് ഇല തിന്ന് ജീവിക്കേണ്ടി വരും. ആ രൂപത്തിലേക്ക് എല്ലാവരും പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല എല്ലാ മനുഷ്യന്മാരും മാറും. ഓരോ സ്ഥാനത്ത് എന്താ അറിയോ, പണിക്ക് പോയി കിട്ടുന്ന 100 റുപ്യ 1000 റുപ്യ കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ 1000 റുപ്യ സാധനം വാങ്ങാനേ തെയ്യും. ഇപ്പം വാങ്ങുന്ന അരി 50 റുപ്യക്കാണെങ്കിൽ ആ കുറച്ച് കഴിഞ്ഞാൽ 100-150 റുപ്യ വാങ്ങേണ്ടി വരും. അതുപോലെ എല്ലാ സാധനത്തിനും ആ രൂപത്തിലെ കാര്യങ്ങൾ പോരും. ഈ ഇപ്പം യുദ്ധം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയുക ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുക. നമ്മൾ അറിയുന്ന നമ്മൾ അൽ ജസീറ പോലത്തെ ന്യൂസുകാർ നിങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഷെയർ ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന രൂപത്തിൽ ഇന്ത്യ രൂപത്തിൻ്റെ ഭാഷയിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. മനസ്സിലാക്കൽ കാര്യം അറിയോ, യുദ്ധം വേറെ തരത്തിലേക്ക് പോവുകയാണ്. അമേരിക്ക സിവിൽസിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൊന്നതിന് തിരിച്ച് മറുപടി കൊടുക്കുന്നതാണ് പറയുന്നത്. അത് ഇറാനെ സംബന്ധിച്ച് 100 കാരണങ്ങൾ പറയാനുണ്ട്. അത് പറയുന്ന ഈ അറബ് രാജ്യങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പം പറയാം സൗദി അറേബ്യ എന്തിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത്, പേടിച്ചിട്ടാ. ആരെ പേടിച്ചിട്ട്? അമേരിക്കയെ പേടിച്ചിട്ട്. ഇപ്പോഴത്തെ ഇറാനെയും പേടിയാ, ഇപ്പോഴത്തെ ഇസ്രായേലിനെയും പേടിയാ. കളിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു, ഓരോ കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു ഇങ്ങനെ സംഭവിക്കുന്നുള്ളത്. കാരണം ഇറാൻ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു,
എന്താ പറയുക, ഞങ്ങളുടെ ചർച്ചകളും കുറിച്ചൊക്കെ ഞങ്ങളില്ല. ഒരു ചർച്ച ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ചതിക്കപ്പെട്ടവരാണ്. ഒരു അമേരിക്ക കരാറ് പറഞ്ഞു, അംഗീകരിച്ചു, ഒന്നും പാലിച്ചിട്ടില്ല. ചതിയോട് ഞങ്ങളെ നേതാക്കളെ കൊന്നു കളഞ്ഞു. ഇനി ആ ചതി ഞങ്ങൾ വിടില്ല, ഇനി ഞങ്ങൾ പെടില്ല. ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും. 2-3 കൊല്ലം തിരിച്ചടിക്കാൻ ഒരേപോലെ അടിക്കാൻ പറ്റിയ ആയുധങ്ങൾ ഇറാൻ്റെ പക്ഷത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ഇറാൻ്റെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. ഞാൻ പലവട്ടം പറഞ്ഞു, 10-45 കൊല്ലമായിട്ട് ഇവരെ കിട്ടുന്ന പൈസ സമ്പാദ്യം മൊത്തം ഒരു ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ടീമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഈ ഒരു ആയുധം മുമ്പോട്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? ഇതിൽ ആർക്കാ നഷ്ടം? എല്ലാവരും അറബ് രാഷ്ട്രങ്ങൾക്കും, ഇറാൻ അടുക്കള എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും, അമേരിക്കയ്ക്ക് ഇസ്രായേൽക്ക് ഒരു പൈസ സാമ്പത്തികമായി ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. മറ്റൊന്ന് കുറച്ച് പട്ടാക്കാർ നഷ്ടപ്പെട്ടേക്കാം. അതല്ല വേറെ ഒന്നും ഈ പറയുന്ന അമേരിക്ക നഷ്ടമല്ല. നഷ്ടങ്ങളൊക്കെ ഈ അറബ് രാഷ്ട്രങ്ങൾക്കാണ്. ഇത് ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്ക് ഉണ്ടായാൽ മാത്രമേ പിന്നെ മുമ്പോട്ട് പോകുന്ന ഇറാൻ പറയുന്നത്, ഞാൻ പറയുന്നതല്ല. ഇറാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ ചെറിയ ആൾക്കാർ വരെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ അതിൽ എടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണം. താങ്ക് യു വെരി മച്ച്.